സംസ്ഥാനത്തെ നിപ ബാധയിൽ കൊമ്പുകോർത്ത് സർക്കാരും പ്രതിപക്ഷവും. നിപയെ സർക്കാർ ഗൗരവമായി കണ്ടില്ലെന്നും ആരോഗ്യമേഖലയിൽ ഇപ്പോഴുള്ളത് അത്യന്തം ശോചനീയമായ അവസ്ഥയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മുഹമ്മദ് റിയാസ് MLA ആരോപിച്ചു. എന്നാൽ ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ പെരുമാറുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ പ്രതികരിച്ചു. കോഴിക്കോട്ടെ നിപ്പ ബാധയ്ക്ക് പിന്നാലെ സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. നിപ്പ, കോവിഡ് പോലുള്ള പകർച്ചവ്യാധി സമയത്ത് LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ആരോഗ്യവകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നേരെയുള്ള ആക്രമണ ശരങ്ങൾ. രോഗബാധയെ സർക്കാർ ഗൗരവത്തോടെ കണ്ടില്ലെന്നും ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ആരോഗ്യമേഖല സജ്ജമാക്കാനും ഇടപെടൽ നടത്താനും സർക്കാർ മുൻകൈയെടുത്തില്ലെന്നും പിണറായിയുടെ വിമർശനം. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസമായിട്ടും കോഴിക്കോട് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താത്ത വകുപ്പ് മന്ത്രിക്കെതിരെ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസും രംഗത്തെത്തി. മുൻകാലങ്ങളിൽ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് മന്ത്രിമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതെന്നും റിയാസിന്റെ ഓർമ്മപ്പെടുത്തൽ. ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ ഇവിടെ വന്നു പോകേണ്ടവരല്ല മന്ത്രിമാർ. കോഴിക്കോടിനൊരു മന്ത്രിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കോഴിക്കോടിന് മന്ത്രിയാണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ 4 ദിവസമായിട്ടും വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെ വന്നു പോകാൻ പോലും ഒരു മന്ത്രി തയ്യാറായിട്ടില്ല. ഇവിടെ ക്യാമ്പ് ചെയ്യണ മന്ത്രിമാർ. കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടരുന്നുവെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടിയും വിമർശിച്ചു. എന്തൊക്കെയാ കഴിഞ്ഞ മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ എന്തൊക്കെ നടന്ന് ആശുപത്രി പൊളിഞ്ഞു വീണ സംഭവം, മനുഷ്യ ശരീരത്തിൽ ഉറുമ്പ് അരിക്കുന്ന സംഭവം, മരുന്ന് മാറിക്കൊടുത്ത സംഭവം. കഴിഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയുടെ കാലഘട്ടത്തിൽ 5 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ 2 ആഴ്ചക്കാലമായിട്ട് ഉണ്ടായിരിക്കില്ലേ? സമ്പർക്ക പട്ടികയിലുള്ളവരെ ഫോണിൽ വിളിക്കാൻ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെ കൺട്രോൾ റൂമിൽ പ്രതിഷേധിച്ചു. നിരീക്ഷണത്തിലുള്ളവരെ ജനപ്രതിനിധികൾ വിളിക്കേണ്ടതില്ലെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതിന് പിന്നാലെ MLA മടങ്ങിപ്പോയി. എന്നാൽ പ്രതിപക്ഷ വിമർശനങ്ങൾ തള്ളി ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ രംഗത്തെത്തി. ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ പെരുമാറുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാരെ വിളിക്കണം, നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ എടുക്കുന്ന സമീപനം തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇതൊരു വീണ് കിട്ടിയ ഒരായുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല. ഒരു മരുന്ന് മാത്രമാണ് ഈ പറയുന്ന ആൻറ്റിവൈറൽ മെഡിസിൻ മാത്രമാണ് എത്താൻ ബാക്കിയുള്ളത്. അത് ചെന്നൈയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന മരുന്ന് എക്സ്പയറി ഡേറ്റ് ആയതാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് ഡൽഹിയിൽ നിന്ന് എത്തിക്കുന്നതാണ്. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ K മുരളീധരൻ നാളെ കോഴിക്കോടെത്തി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.